ഹലോ ഗൈസ്, തലേ ദിവസത്തെ ഓണം കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്ക് രാവിലെ 6:30 കേട്ടോ. ഓണം ആയതൊരു സിമ്പിൾ മേക്കപ്പിൽ ഒതുക്കാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ എണ്ണീറ്റ് കേട്ടോ. അങ്ങനെ ഞാൻ എണ്ണീറ്റ് എൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. നമ്മുടെ പ്രോഗ്രാം 1 മണിക്കൊക്കെ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഫ്രണ്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ തന്നെ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ എണ്ണീറ്റത്. ഉറക്കം കുറച്ച് പോയാലും മേക്കപ്പിനൊന്നും ഒരു കുറവും വരരുത്. നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ടതാണ്. ഉറക്കം നാളെയാണെങ്കിലും ആകാമായിരുന്നല്ലോ. പിന്നെ ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ് മൊമെന്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞതുപോലെ കൃത്യം 12 മണിക്ക് വരാതെ 2 മണിക്കുള്ള ലേറ്റ് 2 മണിയായപ്പോഴത്തേക്ക് ഷഹബാസ് എത്തി. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി കയറി പോയി കേട്ടോ. ഞാനും റിജോയും ബുസി ഇഷാനും ഒക്കെ കറക്റ്റ് ടൈമിൽ റെഡി ആയിരിക്കുമായിരുന്നു കേട്ടോ. ഷഹബാസ് ആണ് ഇപ്രാവശ്യം ലേറ്റ് ആയത്. അങ്ങനെ നമ്മൾ എത്തിയ പാടെ എല്ലാവരും കൂടെ സദ്യയൊക്കെ ഒരുമിച്ച് വിളമ്പി ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. കുറച്ച് നാൾക്ക് ശേഷം സദ്യ കഴിക്കുന്നതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അബ്രോഡ് ഉള്ളവർക്ക് ഫാമിലി എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഭയങ്കര എൻജോയ് ചെയ്താൽ കേട്ടോ സദ്യ കഴിച്ചത്. നിങ്ങളിവിടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പപ്പടക്കള്ളനെ കാണാൻ കിട്ടും. രുചിയുടെ ഫേവറേറ്റ് സാധനമാണ് പപ്പടം. പപ്പടം മൊത്തം അടിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പപ്പടവും പായസവും ഒക്കെ കൂട്ടി പിടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ആ പവർ നാപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റാത്ത നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. അങ്ങനെ അവർ ഫുഡെല്ലാം കഴിച്ച് ഇനിയാണ് നമ്മൾ നമ്മുടെ ഓണപരിപാടികളിലോട്ടൊക്കെ കടക്കുന്നത്. നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ നടത്തി കേട്ടോ. ഇപ്പം സമയം ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. രാത്രി 12 മണിയാണെങ്കിലും ഉച്ചയ്ക്ക് 12 മണിനെക്കാട്ടി എനർജറ്റിക് ആയിരുന്നു കേട്ടോ. എല്ലാവരും കട്ടക്ക് മത്സരമായിരുന്നു. ലാസ്റ്റ് സുന്ദരിക്ക് പൊട്ടുവിടാനുള്ള സുന്ദരി ഇല്ലാതെ വന്നപ്പോഴത്തേക്കും ഡ്രോയിങ് പഠിപ്പിക്കാൻ വിട്ട പപ്പയെയും ഡ്രോയിങ് മാസ്റ്ററെയും മനസ്സിൽ ധ്യാനിച്ച് ഞാൻ തന്നെ ലാസ്റ്റ് ആ സുന്ദരി വരച്ചു. എൻ്റെ സുന്ദരി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം ഗൈസ്. ഓക്കെ, അങ്ങനെ സുന്ദരിക്ക് പൊട്ടുവിടലൊക്കെ വളരെ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ നെക്സ്റ്റ് മത്സരം വളരെ വെറൈറ്റി ആയിട്ടുള്ള തൊപ്പി കൈമാറ്റമായിരുന്നു. ആരുടെയും കയ്യിൽ തൊപ്പി ഇല്ലാതിനോണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ബലൂൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഇഞ്ചോടിഞ്ച് പൊരുതി കേരളത്തിന്റെ 2 അറ്റത്ത് കിടക്കുന്ന മത്സരാർത്ഥികൾ തമ്മിലായിരുന്നു മത്സരം. തിരുവനന്തപുരവും കാസർഗോഡും. അങ്ങനെ കാസർഗോഡിനെ മലർത്തിയടിച്ച് തിരുവനന്തപുരമാണ് ആ മത്സരത്തിൽ ജയിച്ചത്. അങ്ങനെ തൊപ്പി കൈമാറ്റത്തിൽ തോറ്റ ക്ഷീണം കാവിലെ പാട്ട് മത്സരത്തിൽ തീർക്കാമെന്നായിരുന്നു ഇഷാൻ പറഞ്ഞത്. അങ്ങനെ തന്റെ സകല കഴിവുകളും പുറത്തിറക്കി ഇഷാൻ അങ്ങ് ആലപിച്ചു. ഇത്രയും കഴിവ് എൻ്റെ കൂട്ടുകാരനുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ വെളുപ്പിന് 4 മണിയായപ്പോൾ നമ്മുടെ എല്ലാ കലാപരിപാടികളും അവസാനിപ്പിച്ച് ചെറിയൊരു നൃത്തത്തോടുകൂടി ഇത്തവണത്തെ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചിരിക്കുകയാണെന്ന് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.